മോർണിംഗ് ഓൾ. Good morning. മോർണിംഗ്. പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ശാന്തിയും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം തുടങ്ങട്ടെ. നല്ല വാക്കും നല്ല പ്രവൃത്തിയും നമ്മുടെ ദിവസത്തെ നയിക്കട്ടെ. സ്നേഹവും കരുണയും കൊണ്ട് ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് ശ്രീജ മാമാണ്. മാം അങ്കനവാടി ടീച്ചറാണ്, പാരന്റിങ് കോച്ചാണ്. മാമിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഈ സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. അതുപോലെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹത്തോടു കൂടി ഒരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Good morning. Good morning. Good morning. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. അപ്പോ നമുക്ക് തുടങ്ങാം. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ശ്രീജ, മലപ്പുറമാണ് നാട്. വിംബിൾ അക്കാദമിയിൽ 11ാമത് ട്രെയിനർ ബാച്ചില് അംഗമായിരുന്നു. ഇപ്പോഴും ആ ഒരു ബന്ധം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം, അത് പരമമായ സത്യം. അംഗൻവാടി ടീച്ചറാണ്. ഈ ഒരു കോഴ്സിലൂടെ ഞാൻ പാരന്റിങ് ട്രെയിനർ എന്നും കൂടെ ഒരു കാര്യം കൂടി എനിക്കുണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് നമ്മുടെ ഈ ക്ലാസ് സെക്ഷനിലേക്ക് എത്തിയ എല്ലാവർക്കും എൻ്റെ ഹൃദയമായ സ്വാഗതം ഞാൻ പറയുകയാണ്. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലെത്തിയത് ആറ്റിറ്റ്യൂഡ് ഇസ് ദ കീ ടു സക്സസ് എന്നാണ്. മനോഭാവം വിജയത്തിന്റെ താക്കോൽ എന്നൊരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നത്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഓരോ കാര്യത്തിലും പല രീതിയിലുമായിട്ട് പല രീതി ക്യാരക്ടറുള്ള ആളുകളാണ്. നമുക്ക് എപ്പോഴും നമ്മളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വ്യക്തിയെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അല്ലെ. ഒരു ആറ്റിറ്റ്യൂഡിനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ഒരു മനോഭാവം എങ്ങനെയായിരിക്കും, ഒരു മനുഷ്യൻ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഒരു മനോഭാവം നമ്മളെടുത്ത് കാണിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഒരു വ്യക്തിത്വത്തെ കുറിച്ചുള്ള ധാരണകൾ ആരോഗ്യകരമല്ലെങ്കിൽ അത് നമ്മുടെ വ്യക്തിത്വത്തെ വികൃതമാക്കുമെന്നുള്ളതാണ്. കാരണം തന്നോടും മറ്റുള്ളവരോടും ക്രിയാത്മകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ഒരാളുകൾക്ക് മാത്രമേ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള മനുഷ്യനായിട്ട് വരാൻ പറ്റുള്ളൂ എന്നാണ്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്നൊക്കെ പറയും. ഞാൻ ശരിയാണ്, മറ്റുള്ളവർ ശരിയല്ല. അങ്ങനെ ഒരു ധാരണയുള്ള ആളുടെ മനോഭാവം നമുക്ക് എങ്ങനെ വിലയിരുത്താം? എന്നാ ഐ ആം ഓക്കെ, യു ആർ ഓക്കെ, നമ്മളും ഓക്കെയാണ്, അവരും ഓക്കെയാണ്. ആ ഒരു മൈൻഡുള്ള ആളുകൾക്ക് നമുക്ക് എന്നെ പോലെ തന്നെയാണ് അവരും എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് ആ ഒരു മനോഭാവം, നല്ലൊരു മനോഭാവം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന പ്രധാനമായിട്ട് 3 ഘടകങ്ങളുണ്ട്: പാരമ്പര്യം, സാഹചര്യം, മനോഭാവം. ഇതാണ് ശരിക്കും നമ്മൾ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന ഒരു 3 ഘടകങ്ങൾ. പാരമ്പര്യം നമുക്കറിയാം, നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് കിട്ടുന്ന. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ പറയല്ലോ, അവരുടെ അച്ഛനും അമ്മയൊക്കെ വേറെ രീതിയാണ്, മക്കൾ അല്ലെങ്കിൽ ഈ ആള് വേറെ രീതിയാണ്. നമ്മളങ്ങനെ സംസാരിക്കാറുണ്ട്. ചിലപ്പോ പറയും ചില അങ്ങനെ അതേപോലെ വാർത്ത വെച്ചേക്കാണ്, അതേ രീതിയാണ്, മാറ്റങ്ങളൊന്നുമില്ല, അങ്ങനെ നമ്മൾ സംസാരിക്കാറുണ്ട്. സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒരു പക്ഷെ നമ്മള് നന്നായിട്ട്, ചിലപ്പോ കുട്ടിക്കാലം മുതലേ നന്നായിട്ട് വളർന്നവരായിരിക്കാം. ആ കാലത്തിലൂടെ മുന്നോട്ട് വരുമ്പോൾ
കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ സാഹചര്യം മാറും. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമുക്ക് പല സാഹചര്യം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെയാണ് നമുക്ക് മനോഭാവം. അപ്പോൾ ആ ഒരു 3 രീതികളാണ് അല്ലെങ്കിൽ 3 ഘടകങ്ങളാണ് ഈ ഒരു വ്യക്തിത്വത്തെ സ്വാധീനിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ 3 കാര്യങ്ങളൊന്നും വ്യക്തിത്വത്തെ പൂർണ്ണമാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം പാരമ്പര്യത്തിന്റെയും സാഹചര്യത്തിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തിത്വത്തെ മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോ നമ്മൾ പറഞ്ഞു ഒരു വ്യക്തിത്വത്തിന് രൂപപ്പെടുത്തുന്ന ഘടകങ്ങൾ പറയുന്നത് മാതാപിതാക്കളുടെ പെരുമാറ്റ രീതി, സാമ്പത്തിക നില, വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. ഈ സ്വാധീനം അംഗീകരിച്ചു കൊണ്ട് തന്നെ എന്ന് പറയാം വ്യക്തിത്വത്തെ കുറിച്ച് രൂപപ്പെടുത്തിയിരിക്കുന്ന കാഴ്ചപ്പാടിന് അയാളുടെ വ്യക്തിത്വത്തെ വാർത്തെടുക്കുന്നതിൽ പ്രാധാന്യമുണ്ട്, നല്ലൊരു പ്രാധാന്യമുണ്ട്. കാഴ്ചപ്പാടും ധാരണയും പറഞ്ഞ ഘടകങ്ങളൊക്കെ സാധിക്കുന്നുണ്ടെങ്കിലും അവയിൽ നിന്ന് ഉയർന്നു ചിന്തിക്കാനും നമുക്ക് മനുഷ്യർക്ക് പറ്റുമെന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ ഒരു കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് ചെറിയൊരു കാര്യം നമ്മുടെ മനസ്സിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ ഒരു വസ്തുക്കളെയൊക്കെ നേരിടുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു കാരണം ഉണ്ടാവും. അപ്പോ ആ ഒരു ചെറിയൊരു കിന്നാരം പറയുന്ന പോലെയുള്ള നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ, അങ്ങനെയാണ് ശരിക്കും ഒരു മനോഭാവം ഉണ്ടാകുന്നത്. അപ്പോ ഈ ഒരു രീതി ശരിയായ രീതി അല്ലെങ്കിൽ നമ്മുടെ മനോഭാവത്തിന്റെ രീതികളൊക്കെ മാറും. അവിടെയാണ് നമുക്ക് പല കാരണങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്നത്. എന്താന്ന് വെച്ചാൽ എന്റെ സാഹചര്യം ശരിയല്ല, ഞാനൊരു മോശക്കാരനാണ്, ഒരു മോശക്കാരിയാണ്. നമുക്ക് അങ്ങനെ ഉയർച്ചകളൊന്നും ഉണ്ടാവില്ല. ഇതിനൊക്കെ ഒരു കാരണം ഈ മോശമായ ഞാൻ എൻ്റെ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു ദരിദ്രമായ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ഇടയാവും എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ മനോഭാവങ്ങളുടെ മാറ്റങ്ങൾ ഉണ്ടാവുക. അപ്പോ ഇതിൽ നിന്ന് ആ ഒരു സമയം തന്നെ നമുക്ക് എന്തായിട്ട് ഇതിനെ പോസിറ്റീവായിട്ട് മാറ്റാം. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഞാനൊരു കാര്യം ചെയ്തു, ഒന്നും വേണ്ട, ഞാൻ ഇനി ഒരു ക്ലാസ്സിലേക്ക് തയ്യാറാവുക അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്നത്തെ ഒരു വിഷയവുമായി വരണം എന്ന് പറയുമ്പോൾ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു ഒഴിയുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് പറ്റെങ്കിലും ഞാൻ അതിനെ കുറിച്ച് എനിക്ക് പറ്റില്ല എന്നുള്ള ഒരു തോട്ടിലൂടെ കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ തന്നെ നമ്മൾ കുറച്ച് സമയം നമ്മൾ ഡൗൺ ആവുകയാണ്, താഴെ നെഗറ്റീവ് ചിന്തകളെ നമ്മളത് പറ്റുകയാണ്. കാരണം എനിക്ക് പറ്റും, പക്ഷെ എന്തോ ഒരു മടി, മറ്റു കാര്യങ്ങൾ. ഈ സമയം ഞാൻ ഒന്നും കൂടെ പറയാണ്, ഇപ്പോൾ ചിലപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കാൻ ഒരു കാരണങ്ങളും കൂടെ ഉണ്ട്. കാരണം നമ്മുടെ ഈ ഒരു മോർണിംഗ് സർക്കിളിനകത്ത് അല്ലെങ്കിൽ ഇത്രയും കാലങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ എന്നേക്കാളും പല കഴിവുകളുള്ള, ഏറ്റവും കൂടുതൽ ഉയർന്ന ഡിഗ്രികളുള്ള, പല കോഴ്സുകൾ ചെയ്ത ആളുകൾ ഇരിക്കുന്നിടയിൽ വളരെ കുറച്ച് വിദ്യാഭ്യാസവും മറ്റുമുള്ള ആളുകളുണ്ട്. ഞാൻ അതിനിടയിലേക്ക് ചെന്ന് കയറിയാൽ ഞാൻ സംസാരിക്കുന്ന രീതി അല്ലെങ്കിൽ ഞാൻ എടുക്കുന്ന രീതി ഉൾക്കൊള്ളാൻ ആളുകൾ തയ്യാറാവോ എന്നുള്ള ഒരു ചിന്ത എന്നെ പിന്നോട്ട് വലിക്കുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാറാൻ തയ്യാറ്. അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് കാര്യം അത് ഒരു യഥാർത്ഥമാണ്. അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാനൊരു അംഗൻവാടി ടീച്ചർ മാത്രമാണ്. എൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഡിഗ്രി കംപ്ലീറ്റ് അല്ല എന്നുള്ളതും പിന്നെ അതിലൂടെ വന്ന കാര്യങ്ങൾ മാത്രമാണ്. എങ്കിലും എനിക്ക് സംസാരിക്കാനും ഇത്തരം കാര്യങ്ങൾ ചെയ്യാനും താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു കോഴ്സിലേക്ക് വന്നത്, നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ എനിക്ക് പറ്റിയത്. അപ്പോ ആ ഒരു ചിന്തയിൽ നിന്ന് എനിക്ക് പറ്റും എന്നുള്ള ഒരു ചിന്തയിലേക്ക് വന്നപ്പോൾ
നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും ഒരു ടോപ്പിക്കുമായിട്ട് വരാനും തയ്യാറായി. നമുക്കറിയാം ആ ഒരു നെഗറ്റീവ് ചിന്തയെ ഉടനെ തന്നെ പറ്റും എന്നുള്ള, എനിക്ക് കഴിയുമെന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വന്നപ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോ നമ്മളെല്ലാവരും പറയുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കാം, അതിലേക്ക് കൊള്ളാൻ വരെ അത്രയും ഉൾക്കൊള്ളിച്ച് പറയാൻ പറ്റില്ലായിരിക്കാം എന്നൊക്കെ മറ്റുള്ളവർ ചിന്തിക്കുന്നത് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്ത് പറയുന്നു, എനിക്കെന്ത് പറയാൻ പറ്റുന്നു എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് അതിനെ ഏറ്റവും ക്ലാരിറ്റിയോട് കൂടി ഏറ്റവും നല്ല പോയിന്റുകൾ കൂടി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ളത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഈ ഉത്തരവാദിത്തത്തെ മാത്രമാണ് നമ്മൾ ഒരു മനോഭാവമായിട്ട് കാണുമ്പോൾ അതായിരിക്കും ശരിക്കും ഞാൻ എന്നോട് ഇരിക്കാനും നിങ്ങളോട് സംസാരിക്കാനും എന്നെ ഊർജപ്പെടുത്തിയ വലിയൊരു കാര്യം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ഇങ്ങനെയാണല്ലോ, ഈ ആറ്റിറ്റ്യൂഡിൽ ഞാൻ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു പരാജയം വരുമ്പോൾ ആ പരാജയത്തെ നമ്മൾ കണ്ടിട്ട് എനിക്കിനി തുടർന്ന് ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല എന്ന് ചിന്തിക്കാതെ അതിൻ്റെ എന്താണ് ഞാൻ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ എന്ന് ആലോചിച്ചുകൊണ്ട് ആ ഒരു പരാജയ കാരണങ്ങളെ കണ്ടെത്തി അതിനെ തിരുത്തുമ്പോൾ മാത്രമാണ് വീണ്ടും നമുക്ക് ആ പരാജയത്തിൽ നിന്ന് എണീറ്റ് അവിടെ നിന്ന് രണ്ടാമതൊന്ന് തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഞാൻ എടുത്തതും നിങ്ങളെ മുന്നിൽ അത് പ്രസന്റ് ചെയ്യാൻ തയ്യാറായത്. ഇനി നമുക്ക് ഇപ്പോ ഒരു മനോഭാവം, ഒരു വിജയത്തിന്റെ താക്കോൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു കുഞ്ഞു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എങ്കിലും എനിക്ക് ആ ഒരു കഥ വായിച്ചപ്പോൾ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയി. വിമൽ റുഡോൾഫ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് ചെറുതായിട്ടൊന്ന് പ്രസന്റ് ചെയ്യും. അമേരിക്കയിലെ ടെന്നീസി എന്ന സ്ഥലത്ത് ദരിദ്ര നീഗ്രോ കുടുംബത്തിൽ ജനിച്ച ഒരു കുഞ്ഞ്. പ്രസവം എന്ന് പറയുമ്പോൾ പ്രായമാകാതെ തന്നെ ആ കുഞ്ഞിനെ അമ്മ പ്രസവിക്കുകയും അതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് ന്യൂമോണിയ അതുപോലെ നല്ല ശക്തമായ പനിയൊക്കെ ബാധിച്ച് ആ കുട്ടി എന്തായാലും എങ്ങനെയായാലും ആ കുട്ടീനെ രക്ഷപ്പെടുത്തി. പക്ഷെ ആ കുട്ടിക്ക് ഒരു 4 വയസ്സായപ്പോ ആ കുട്ടിയെ വലിയൊരു രോഗം പിടിപെട്ടു. നമുക്കറിയാം പോളിയോ ഏറ്റവും വലിയൊരു രോഗമാണ്. പോളിയോ ബാധിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ, പോളിയോ വരികയും പോളിയോ ആണ് എന്ന് ഡോക്ടർമാർ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ആ ഒരു സമയം തീർച്ചയായിട്ടും വിഷമം തോന്നും. നമ്മുടെ മക്കൾക്ക് വലിയൊരു മാറാരോഗം വന്നു എന്ന് പറയുമ്പോൾ ഒരമ്മയും അത് ഇഷ്ടപ്പെടാൻ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ വല്ലാത്തതായിരിക്കും. എങ്കിലും അമ്മ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴും ആ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, മോൾക്കൊരു പ്രശ്നമില്ല, അത് കുറച്ച് സമയം കഴിഞ്ഞാൽ അത് മാറും, മോൾക്ക് എണീറ്റ് നടക്കാൻ പറ്റും. കാരണം ഒരു പോളിയോ ഒക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണല്ലോ വരിക. എണീറ്റ് ശരിക്കും നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. മോൾക്ക് അതിന് പറ്റും, എന്തായാലും അതിന് എണീക്കാൻ പറ്റും. മോൾക്ക് ഒരു വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു ഓട്ടക്കാരിയാവുക എന്നുള്ളതായിരുന്നു. അത് മോൾക്ക് പറ്റും എന്നുള്ളത് തന്നെയാണ് ആ അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പോൾ ഈ ഒരു 4 വയസ്സാവുമ്പോൾ ഉള്ള നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് തന്നെ ശരി പറഞ്ഞാലും തെറ്റ് പറഞ്ഞാലും വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള കുട്ടികളാണ്. അപ്പോൾ എനിക്കൊക്കെ അറിയാം, ഞാൻ എൻ്റെ അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ 3 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പോൾ നമ്മൾ ചില സമയങ്ങളിലൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓരോ വർക്കുകളും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അടങ്ങിയിരിക്കാതെ വരുമ്പോഴോ കുറുമ്പ് കാണിക്കുമ്പോഴൊക്കെ ഞാനൊക്കെ പറയാറുണ്ട്, നല്ല കുട്ടികളല്ലേ, അടങ്ങിയിരിക്കണം, ടീച്ചർ സമ്മാനം തരും എന്നൊക്കെ പറഞ്ഞ് ഇവരെടുത്ത് പറയും. സത്യത്തിൽ ആ മക്കൾ അത് വിശ്വസിക്കും. സമ്മാനം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ നമ്മൾ സമ്മാനം കൊടുക്കാൻ തയ്യാറാവും. ചിലപ്പോൾ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞതായിരിക്കും. അപ്പോൾ ഈ ഒരു 4 വയസ്സിൽ എങ്ങനെയായിരിക്കും ഒരു കള്ളവും സത്യവും ആ കുട്ടി വിശ്വസിക്കുക എന്നുള്ളത് നേരിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ സത്യത്തിൽ ഈ ഒരു കുട്ടി അത് വിശ്വസിച്ചു എന്നുള്ളതാണ്. കാരണം വേറെ ആരും അല്ല കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞത്, കുട്ടിയുടെ സ്വന്തം അമ്മയാണ്.
അപ്പോൾ അങ്ങനെ ആ കുട്ടി നല്ല നല്ല കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നല്ല നല്ല ദിവാസ്വപ്നങ്ങളൊക്കെ കണ്ടു. ആ കാണുന്ന സ്വപ്നം എന്താന്ന് വെച്ചാല് ഭാവിയില് വലിയൊരു ഓട്ടക്കാരിയാവുക എന്നുള്ള സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 9 വയസ്സൊക്കെ ആയ സമയത്ത് കുട്ടി ഏകദേശം ചെറുതായിട്ടൊക്കെ ഒന്ന് നടക്കാനൊക്കെ തുടങ്ങി. എങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് ഇങ്ങനെ നല്ല നല്ല ഒരു കുട്ടിയുടെ ഓരോ കാര്യത്തിലും നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. കുട്ടി ഇങ്ങനെ മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. അങ്ങനെ ഓടാൻ വേണ്ടിയിട്ട് ഓരോ തയ്യാറെടുപ്പും ശരിക്കും ഒരു 11 വയസ്സൊക്കെ ആയപ്പോൾ അവൾ മെല്ലെ ഓടാൻ തുടങ്ങി എന്നുള്ളത്. 16-ാമത്തെ വയസ്സിൽ അവൾക്ക് മനസ്സിലായി എനിക്ക് അധികം വിഷമിക്കാതെ തന്നെ ഓടാൻ പറ്റുന്നു. അങ്ങനെ അവൾ ഒരു കോച്ചിനെ കണ്ടുപിടിക്കുകയും, എഡബിൾ എന്നാണ് ആ കോച്ചിന്റെ പേര്. കോച്ചിന്റെ അരികിലെത്തി ആ കുട്ടി പറയാണ്, എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരി ആവണം എന്നുള്ളതാണ്. ആ ഒരു കുട്ടിയുടെ കണ്ണുകളിലേക്ക്, അത്രയും തിളക്കമാർന്ന കണ്ണുകളിലേക്ക് ആ കോച്ച് നോക്കിയപ്പോ കോച്ചിന് അതിൽ നിന്ന് ഈ കുട്ടിക്ക് അത് പറ്റും എന്നുള്ളത് കോച്ച് മനസ്സിലാക്കുകയും, എങ്ങനെ നിരന്തര പ്രാക്ടീസിലൂടെ ആ കുട്ടി വലിയ അതിൻ്റെ ആ ഒരു മനസ്സിൽ കണ്ട ഏറ്റവും വലിയ ആ ഒരു സ്വപ്നത്തിലേക്ക് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ 1960 നമ്മുടെ ഒളിമ്പിക്സിന്റെ വേദി റോമാണ്. അപ്പോ 100 മീറ്റർ ഓട്ട മത്സരത്തിലേക്കാണ് ഈ കുട്ടി ചെല്ലുന്നത്. പത്രമാധ്യമങ്ങളെല്ലാം ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. അപ്പോ ജൂട്ടാഹിൻ എന്ന ഒരു ഓട്ടക്കാരിയാണ് വർഷങ്ങളായിട്ട് ഏറ്റവും മുന്നിൽ എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് മുന്നിലേക്ക് എത്തുന്നത്. ആ ആളുമായിട്ടാണ് ഈ കുട്ടി ഓട്ട മത്സരത്തിൽ മത്സരിക്കാൻ പോയത്. അപ്പോ ഓട്ടം തുടങ്ങി. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെടി മുഴങ്ങി കഴിഞ്ഞു. ജൂട്ടയൻ എന്ന ഓട്ടക്കാരി കുതിക്കുകയാണ്. അങ്ങനെയാണ് അവരെല്ലാവരും ഫിനിഷിംഗ് പോയിന്റിലേക്ക് നോക്കുമ്പോൾ ഈ കുട്ടിയെ മറികടന്നുകൊണ്ട് വേറൊരു കുട്ടി മുന്നിലേക്ക് വരുന്നത്. അത് നമ്മുടെ വിമലായിരുന്നു. അപ്പോ ആ ഒരു നിമിഷം എന്ന് പറഞ്ഞ ചരിത്രം മാറ്റിമറിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പോലും അറിയാതെ ആളുകൾ ഭയങ്കരമായിട്ട് സ്തംഭിച്ചു നിന്നൊരവസ്ഥ. അപ്പോ ഈ ഒരു 100 മീറ്ററിൽ നിന്ന് നിൽക്കാതെ 200 മീറ്ററും 400 മീറ്ററിലും റിലേയിൽ സ്വർണം നേടി ഒളിമ്പിക്സിലെ ചരിത്രത്തെ തന്നെ തിരുത്തി കുറിച്ചുകൊണ്ടാണ് ഈ വിമൽ റുഡോൾഫ് കളം വിട്ടത് എന്നതാണ്. നമുക്കറിയാം ഇവിടെ ആ ഒരു അവസ്ഥ അല്ലെ, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂല, എനിക്ക് നടക്കാൻ പറ്റൂല, ഒന്നിനും പറ്റൂല എന്നുള്ള ആ ഒരു രീതിയിൽ നിന്ന് ആ കുട്ടി നേടിയെടുത്ത ആ ഒരു കാര്യം ഉണ്ടല്ലോ, ശരിക്കും നമ്മൾ അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഊരിത്തെരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ മനോഭാവം നല്ലതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുക്കും എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാത്തിനെയും മറികടക്കാൻ പറ്റുന്നുള്ളത്. ഭൂമിയിൽ അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയുന്നതാണ്, പല സ്ഥലങ്ങൾ കേൾക്കുന്നതാണ്. അങ്ങനെ ഒരു ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ഈ കുട്ടിയുടെ കാര്യത്തിലും സംഭവിച്ചു പോയത് എന്നുള്ളത് തന്നെയാണ്. അപ്പോ നമ്മൾ ജനവാതിലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങളെ കാണണോ, താഴെ ചെളി കാണണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ ചിന്തകളെ വഴിതെറ്റി സഞ്ചരിക്കാത്തടത്തോളം കാലം നമ്മുടെ വ്യക്തിത്വത്തിന്റെ കരുത്തിനെ തളർത്താന് നമുക്ക് പറ്റില്ല. നമ്മുടെ ചിന്ത എന്താണോ അതാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച്
നമ്മളിലെ മനോഭാവത്തെ ആശ്രയിച്ചാണ് വിജയം കൂട്ടിക്കൊള്ളുന്നത്. കാരണം നമ്മൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നു എന്നതിലല്ല, ആ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നാണ് അവിടുത്തെ വലിയൊരു പ്രാധാന്യം. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡും എന്നുള്ളത് തന്നെ. അപ്പോ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ വിജയത്തിന്റെ താക്കോൽ മനോഭാവം എന്നുള്ള ആ ഒരു ക്യാപ്ഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോ ഒരു രസികനായ ഒരു ഇംഗ്ലീഷുകാരൻ ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചാല്, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ പോവാണ്. ഞാൻ പറയുന്ന കാര്യത്തില് ഒരു 5 കാര്യം ഞാൻ പറയാം. ഈ 5 കാര്യത്തിൽ നിങ്ങൾ ഏതിനാണ് 100 മാർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. 1 ലക്കാണ്, 2 മണിയാണ്, 3 നോളജ് ആണ്, 4 ഹാർഡ് വർക്കാണ്, 5 ആറ്റിറ്റ്യൂഡാണ്. ഈ 5 കാര്യം, ഈ 5 കാര്യത്തില് നിങ്ങൾ ഏതിനാണ് 100 മാർക്ക് കൊടുക്കുക എന്നൊന്ന് കമന്റ് പറയുകയോ ചെയ്യൂ. ഗുഡ് മോർണിംഗ് മാഡം. നോളജ് അറിവ്. അറിവിന് 100 മാർക്ക്. ആയിക്കോട്ടെ. അടുത്തത് ആറ്റിറ്റ്യൂഡ്. ഓക്കെ. ഇനിയുണ്ടോ? ഇനിയുണ്ടോ? ആറ്റിറ്റ്യൂഡ്. 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 ഓക്കെ ഓക്കെ. ആറ്റിറ്റ്യൂഡ്. രണ്ടുപേരും ആറ്റിറ്റ്യൂഡ്, ഒരാള് നോളജ് അല്ലേ? നോളജ് അല്ലേ സാർ? എന്ന് പറഞ്ഞ നോളജ്. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞവര് എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡിന് 100 മാർക്ക് എന്നുള്ളതൊന്ന് പറഞ്ഞു തരുമോ? എങ്ങനെ കൊടുത്തത് എന്ന്? നമുക്ക് ആറ്റിറ്റ്യൂഡ് ശരിയാണെങ്കിൽ, നന്നായിരിക്കുവാണെങ്കിൽ നമുക്ക് നോളജും അതൊക്കെ താനെ വരും. നോളജ് നമുക്ക് നേടാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏറ്റവും തയ്യാറാവും. അപ്പോൾ ഫസ്റ്റിലെ വേണ്ടത് ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ച് നമുക്ക് നോളജ് നേടാൻ പറ്റും. അങ്ങനെ നമുക്ക് മുൻപാ. സാറ് നോളജിക്ക് 100 കൊടുത്തത് എന്താ സാറേ? ഒരു മിനിറ്റ് വേണം, ഇതിലെ ചാർജ് കുറച്ച് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഓഫാക്കിയ. അതായത് അറിവുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയണ്ട, ആരോഗ്യമോ അല്ല മനസ്സോ എന്താ പറയണ്ട ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഏത് മൂലയിൽ ഇരുന്നിട്ട് എന്തും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത്. കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ മൊബൈലിലോ എന്തെങ്കിലും ചെയ്ത് തന്നെ നമുക്ക് ജീവിക്കാനോ അല്ലെങ്കിൽ അത്യാവശ്യത്തിനുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട് ഓൾറെഡി. അതാണ് ഞാൻ അതിന് അറിവിന് 100 കൊടുത്തല്ലേ. ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പറയും, കുറെ പഠിച്ചിട്ടും എഴുതിയിട്ടും ഒന്നും കാര്യമില്ല, അതിന്റെ കൂടെ നമുക്ക് എന്ത് വേണം? ഭാഗ്യം വേണം, അല്ലെങ്കിൽ നമ്മൾ പൈസക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കും. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. പക്ഷെ ഈ ഒരു കാര്യം ഞാനും കേട്ടപ്പോ ഒരു കാരണവശാലും ആറ്റിറ്റ്യൂഡിന് 100 മാർക്ക് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ഇത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മളെപ്പോഴും ഭാഗ്യം വേണം അല്ലെങ്കിൽ പൈസ വേണം, ഇങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള മൈൻഡായിട്ട് ജീവിക്കുന്ന ആളുകളാണ് നിങ്ങളും ഞാനൊക്കെ. അപ്പോ ഇതിനെ ഒരു ശാസ്ത്രജ്ഞന് അല്ലെങ്കിൽ ഒരു രസികനായ ഒരു ഇംഗ്ലീഷുകാരൻ എങ്ങനെയാണ് ആറ്റിറ്റ്യൂഡിന് 100% കിട്ടിയതെന്ന് ചോദിച്ചാല്, അദ്ദേഹം A to Z വരെയുള്ള അക്ഷരങ്ങൾക്ക് നമുക്കറിയാം, ഓരോ അക്ഷരങ്ങൾക്കും അദ്ദേഹത്തിന് വില നൽകി. ഇപ്പോ A എന്ന് പറഞ്ഞാൽ 1 അങ്ങനെ B 2, അപ്പം 26 വരെ. അപ്പോ ഓരോ ലെറ്റർ എടുത്തിട്ട്, ഇപ്പോ
എൽ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ലെക്കില് നമ്മൾ എൽ എടുക്കുമ്പോൾ അതിന്റെ എണ്ണം വരുന്നത് 12 അത് കഴിഞ്ഞിട്ട് യു വരുമ്പോ അതിന്റെ എണ്ണം വരുന്നത് 21. പിന്നെ സി വരുമ്പോ 3-മതാണ് സി. കെ വരുന്നത് 11-മതാണ്. അങ്ങനെ ഈ 12ഉം 21ഉം 3ഉം 11ഉം ഈ സംഖ്യകൾ അവര് കൂട്ടിയപ്പം കിട്ടുന്നത് 47 47 മാർക്കാണ്. അങ്ങനെ മണീനെ കൂട്ടിയപ്പോ 72 മാർക്കാണ്. നോളജിക്ക് 96 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. ഹാർഡ് വർക്കിന് 98 മാർക്കേ കിട്ടിയിട്ടുള്ളൂ. അവസാനം ആറ്റിറ്റ്യൂഡ് നോക്കുമ്പോൾ 100 മാർക്കാ. അപ്പോ ശരിക്കും നമ്മൾ ഈ 5 കാര്യങ്ങളിൽ ആദ്യത്തെ ഈ അവസാനം വരുന്ന ആറ്റിറ്റ്യൂഡിനാണ് 100 മാർക്ക് കൊടുക്കുക എന്നുള്ളത്. ഇവിടുത്തെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് നമ്മൾ ആറ്റിറ്റ്യൂഡ് ശരിയല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് കുറെ അറിവുകളൊക്കെ ഉണ്ട്. പക്ഷെ നല്ല രീതിയിൽ അതിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് നല്ല രീതിയല്ലെങ്കിൽ നമുക്ക് ഈ അറിവ് പല സ്ഥലങ്ങളിലും പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല, പറഞ്ഞു കൊടുക്കാൻ പറ്റൂല. ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇങ്ങനെ ആ ഒരു കാര്യത്തെ ഞാനും ഈ ഒരു വായിച്ചപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ തുടങ്ങിയപ്പോ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ കേട്ടപ്പോഴും എനിക്കും ഉണ്ടായിരുന്നു എന്താണ് ആറ്റിറ്റ്യൂഡിന് അങ്ങനെ ഒരു 100 മാർക്ക് കിട്ടാൻ. പിന്നീട് നമ്മൾ സഞ്ചരിച്ച വഴികളൊക്കെ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ അതാണ് സത്യം, അത് തന്നെയാണ് അതിന്റെ കാര്യങ്ങളെന്ന് മനസ്സിലായി. കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഓരോ കാര്യങ്ങളും എനിക്ക് ആദ്യം ചെയ്യുമ്പോഴൊന്നും അതിന് വിജയങ്ങളൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ കുറച്ചൊക്കെ ഞാൻ തളർന്നു പോവെങ്കിലും വീണ്ടും ഞാൻ അതിൽ നിന്ന് എണീറ്റ് മുന്നോട്ട് വരണം. എനിക്കത് പറ്റും എന്നുള്ളത് തന്നെയാണ്. കാരണം ഞാനിപ്പോ ഞങ്ങളുടെ പ്രൊമോഷൻ ടെസ്റ്റ് ICDS സൂപ്പർവൈസർ ആദ്യം എഴുതിയപ്പോൾ എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എഴുതിയ ആളുകളൊക്കെ നമ്മൾ 2ാമത് എക്സാമിന് അപ്ലൈ ചെയ്തപ്പോൾ അവര് പറഞ്ഞു അതൊന്നും കിട്ടൂല, അതിനൊന്നും ഇപ്പൊ നിന്നിട്ട് കാര്യമില്ല, ഞാൻ എന്തായാലും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറെ ആളുകൾ പിന്മാറി. പക്ഷെ ഞാന് അത് പിന്മാറിയില്ല, അപേക്ഷ കൊടുത്തു. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. തുടങ്ങിയപ്പോൾ തന്നെ ഇന്ന് അത് ഞങ്ങൾക്ക് ICDS സൂപ്പർവൈസറിന്റെ 2 ലിസ്റ്റിലും എനിക്ക് ഇടം പിടിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോ അതിലെത്തിപ്പെട്ടു. ഒന്നാമത്തെ ലിസ്റ്റിൽ ഞാൻ 21-മത്തെ റാങ്കുകാരിയാണ്. ജനറൽ കാറ്റഗറിയിൽ ഞാൻ സപ്ലിമെന്ററിയിൽ 2ാം റാങ്കുകാരിയാണ്. അപ്പോ ഇതൊക്കെയെന്ന് പറഞ്ഞാല് ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ട കാര്യങ്ങളൊന്നല്ല. എനിക്കിത് കിട്ടുമെന്നൊന്നും ഒരിക്കലും ഒരു പ്രതീക്ഷയില്ല. പക്ഷെ ഞാൻ അതിന് ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് കിട്ടണം എന്നുള്ളത് വലിയൊരു നിശ്ചയദാർഢ്യം, ഞാനത് നേടിയെടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഞാൻ തളർന്നു. അതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ കടമ്പകൾ നമുക്ക് ഫേസ് ചെയ്യാൻ പിന്നെ ഉണ്ടായിട്ടുണ്ട്. പല സമയങ്ങളിൽ പഠിക്കാതിരിക്കാൻ പറ്റിയിട്ടുണ്ട്. തുടർന്ന് പോകുമെന്നുള്ള ചിന്തകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കൂട്ടത്തില് ഞങ്ങൾക്ക് ക്ലാസ്സുകൾ തന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സാറും നല്ലൊരു മോട്ടിവേറ്റർ ആയിരുന്നു. നമ്മളെപ്പോഴും ഇങ്ങനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ് പഠിക്കാൻ പോവുക. ഞാൻ എന്നും വൈകിട്ട് അവളെ വീട്ടിൽ പോയി പഠിക്കാൻ പോകും. പക്ഷെ അവള് ചില സമയങ്ങളിലൊക്കെ അവളുടെ കുട്ടികളുടെ പിന്നാലെ പഠിക്കണം എന്ന് പറഞ്ഞ് നടക്കുകയും ഇതിലേക്ക് ഒരു കാര്യത്തിലേക്ക് വരിക. നമുക്കുണ്ട് ഈ കാര്യങ്ങളൊക്കെ. കുറച്ച് സമയം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്നുള്ള തീരുമാനത്തിലൂടെ മുന്നോട്ട് പോയപ്പോൾ അത് നേടിയെടുക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ടോപ്പിക്കുമായി നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ ഒരു മനോഭാവം എന്നുള്ളത് വിജയത്തിന്റെ താക്കോലായിട്ട് എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ സംതൃപ്തയാണ്. ഇനിയും നമുക്ക് നേടാൻ കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ലിസ്റ്റിൽ മാത്രം വന്നാൽ പോരാ, അത് നമുക്ക് ഇനി ജോലിയിലേക്ക് വരണം. അപ്പം അതിന് നമ്മൾ കുറച്ചൊക്കെ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മളെ റാങ്ക് ലിസ്റ്റിലുള്ള പലരും നമുക്കത് കിട്ടും, ഒഴിവുകൾ ഉണ്ടാവുമോ? പക്ഷെ ഒഴിവുകൾ ഉണ്ടാവും, 3 വർഷത്തെ കാലാവധി ഉണ്ട്.
അതിന് പിന്നാലെ PSC കയറിയ ജോലി കിട്ടിയ ആളുകളൊക്കെ നമ്മളെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ കുറച്ചും കൂടി ഹാർഡ് വർക്കുകൾ ചെയ്യണം, കാരണം റിപ്പോർട്ടുകൾ ചെയ്യണം, ഒഴിവുകൾ, അതിന് നിരന്തരം നിങ്ങൾ പല സ്ഥലങ്ങൾ സന്ദർശിക്കണം, പോകണം വരണം എന്നൊക്കെ. ഞങ്ങൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പലരും, ചില ആളുകളൊക്കെ പറയും, ചില ആളുകൾ അത് മൈൻഡ് ചെയ്യുന്നില്ല, അതൊന്നും നമുക്ക് കിട്ടൂല എന്ന് പറഞ്ഞ് പുറത്ത് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിന്റെ പിന്നിൽ അത് കിട്ടും എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു പറയുന്നത്. അപ്പൊ അതെന്റെ കിട്ടുമെന്നുള്ള ആ വലിയൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എന്നെ ഈ മുന്നോട്ട് നയിക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക് യു. താങ്ക് യു ഓൾ. ഏറ്റവും നല്ല ക്ലാസ് ആയിരുന്നു മാം. എല്ലാവരെയും സടകുട ഒരു ടോപ്പിക്കാണ് പറഞ്ഞാൽ നമ്മൾ നമുക്കൊന്നും പറ്റില്ല, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന ഉണർത്തി ശരിക്കും നമ്മിലെ നല്ലൊരു ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റി. ഏറ്റവും നല്ലൊരു ക്ലാസ്. എല്ലാവർക്കും നല്ലൊരു പ്രചോദനം രാവിലെ തന്നെ മാം കൊടുത്തു. നല്ല താങ്ക് യു. താങ്ക് യു മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. നല്ല സെഷനായിരുന്നു. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മതിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒന്നും കൂടെ പറയാം അല്ലെ. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾക്ക് എപ്പോഴും ഏത് പ്രതിസന്ധിയിൽ നിന്നും അതിൽ നിന്ന് പഠിക്കും. അതുപോലെ പരാജയങ്ങൾ വരുമ്പോ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും, അതിലൊന്നും തളരൂല. അതിൽ നിന്നും കുറെ പാഠങ്ങൾ പഠിക്കും. പ്രതിസന്ധികളിൽ നിന്നൊക്കെ അതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എടുക്കും. പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളവർക്ക് അത് മാത്രമേ കഴിയുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് അവർ ലക്ഷ്യങ്ങളിലേക്ക് എത്തും. പറഞ്ഞ പോലെ വളരെ നല്ല സെഷനായിരുന്നു. നല്ല എനർജറ്റിക് ആയിട്ടുള്ള സെഷനായിരുന്നു. എല്ലാവർക്കും ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എനിവേ താങ്ക് യു മാം. താങ്ക് യു. ഹാപ്പി മോർണിംഗ് മാഡം. ഹാപ്പി ഗുഡ് മോർണിംഗ്. മാഡം ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം. എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. എന്ന് പറയേണ്ട, ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാനൊക്കെ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അപ്പം മാഡം പറഞ്ഞു തന്നൊരു കാര്യങ്ങളിൽ കുറച്ചും കൂടി ഒരു ഊർജം കിട്ടി. അപ്പം പിന്നെ നമ്മളെ ലൈഫ് വിഷനിൽ ഇപ്പം മാഡം പറഞ്ഞ ഈ ആറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ മനസ്സിലായതുകൊണ്ട് അപ്പൊ നോളജിന് കുറച്ചും കൂടി മുന്നോട്ട് മനോഭാവത്തിന് ഇത് ആറ്റിറ്റ്യൂഡിന് കൊടുക്കാൻ പോവാണ്. അപ്പം ജീവിത പാഠം എന്നുള്ള രീതിയിൽ നമ്മളൊരു സബ്ജക്റ്റ് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതില് ആദ്യം അറിവാണ് എന്നാണ് ഞാൻ ഇതാക്കി വെച്ചത്. അപ്പൊ അത് മനോഭാവത്തിലേക്ക് പോണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ അറിവ്, ആരോഗ്യം, മനസ്സ്, പണം, ഓരോരോ പാഠങ്ങളാണ് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ ആറ്റിറ്റ്യൂഡ് കാര്യമായിട്ട് വന്ന് അപ്പൊ അതിൻ്റെ അത് ക്ലിയർ ആയി കുറച്ച് കാര്യം. അപ്പൊ അപ്പൊ മേഡത്തിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. മേഡം പറഞ്ഞില്ലേ എനിക്ക് ഡിഗ്രി ഇല്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ എന്ന് പറയണ്ട, അങ്ങനെയൊക്കെ പറയുമ്പോഴും ആ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ജീവിതത്തിലെ വലിയൊരു സർട്ടിഫിക്കറ്റ്. നമ്മളിപ്പോ വലിയ പഠിച്ചിട്ട് തിയറിയും മറ്റേതൊക്കെ ഓരോ കാര്യങ്ങൾ പഠിച്ചാലും എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇല്ലെങ്കിൽ നമുക്ക് അത് പെർഫെക്റ്റ് ആവില്ല ഒരിക്കലും. അപ്പൊ അതിന് മേഡത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. പല ആളുകൾ പല ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആ പറയുമ്പോൾ ഓരോരോ കാര്യങ്ങളിലും ആ സംഭവങ്ങളുണ്ട്, അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്. വളരെ സന്തോഷം, സ്നേഹം, നന്ദി. താങ്ക് യു. താങ്ക് യു.
താങ്ക് യു ശ്രീജ മാം. എന്താണ് താങ്ക് വിശേഷം? യു. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. മാം എപ്പോഴും മാമിന്റെ എക്സ്പീരിയൻസുകൾ ആയിട്ടായിരിക്കും വരിക. ഈ ടോപ്പിക്കുകൾ മാം കവർ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ മാമിന്റെ എക്സ്പീരിയൻസുകൾ തന്നെയാണ് കൂടുതൽ ഷെയർ ചെയ്തിട്ടുള്ളത്. എക്സ്പീരിയൻസ് എന്നുള്ള ആ ഒരു നോളജ് തന്നെയാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നത്തെ ആ ഒരു ടോപ്പിക്കും ശരിക്കും എല്ലാവർക്കും നല്ല ഇൻസ്പിറേഷൻ ആയിട്ടുണ്ടായിരിക്കും. നമ്മളൊരു ബുക്ക് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് പറയില്ലേ, ആ ഒരു ബുക്ക് ഉണ്ടല്ലോ ജെഫ് കെല്ലർ എഴുതിയിട്ടുള്ള, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, ഒരുപാട് പോയിന്റ്സുകൾ അതിൽ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും. അപ്പൊ എന്തായാലും നല്ലൊരു മെസ്സേജ് ആയിരുന്നു രാവിലെ തന്നെ. താങ്ക് യു സോ മച്ച്. ശരിക്കും ആ ഒരു ഇങ്ങനൊരു കാര്യത്തിലേക്ക് ഞാൻ നമ്മുടെ ഫൈസൽ സാറിന് എങ്ങനെയാണ് അദ്ദേഹത്തെ പറയാന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ സാറിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതിലത്ര ക്വാളിഫിക്കേഷൻ കുറവാണ്. സാറിൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, സാർ ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ്, എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, ജോയിൻ ചെയ്തു. ഇന്നും ആ ഒരു ഡയറിയുമായിട്ടാണ് ഞാൻ കാരണം കഴിഞ്ഞ ദിവസം എനിക്കൊരു സ്കൂളിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ അറിയാത്തൊരു എവിടുന്നൊക്കെ എന്നെ തേടി വന്ന ഒരു ആള്, ഞാൻ ക്ലാസ്സിന് പോയി. നന്നായിട്ട് ക്ലാസ് പാരന്റിങ് തന്നെ ആയിരുന്നു വിഷയം. കാരണം നമുക്ക് അത് കഴിഞ്ഞപ്പോ ശരിക്കും നമ്മൾ ചെയ്തതിന് ചെറിയൊരു സന്തോഷകരമായിട്ട് അവർ ചെറിയൊരു പ്രതിഫലമൊക്കെ നമുക്ക് തന്നു. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് എത്താൻ പറ്റി എന്നുള്ളത്, ഞാൻ ഇതിൽ നിന്ന് കയറിയിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഒരു അംഗൻവാടി ടീച്ചറായിട്ട് അവിടെ ഒതുങ്ങിക്കൂടുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുക ഞാൻ എപ്പോഴും കൊണ്ട് നടക്കുന്നതും സാറിൻ്റെ ആ ഒരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ വലിയൊരു എൻ്റെ ഒരു വിജയം. ഞാൻ അത് കാണിക്കാനെടുത്ത ഒരു മനസ്സ്, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം ഈ ഒരു വിമ്പിൾ അക്കാദമിയോടും സാറിനോടും അതുപോലെ അതിലുണ്ടായി വന്ന സുഹൃത്ബന്ധങ്ങളോടൊക്കെ എന്നും കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അത് എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ വിജയത്തിൻ്റെ വലിയൊരു തുടക്കം തന്നെയാണ്. അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതിന് പറയാന്നറിയില്ല. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും അടുത്ത മിത്രമായിട്ടും നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ചോദിക്കാൻ വിട്ടു, എല്ലാവരും സേഫ് അല്ലേ? ഈ ഒരു മഴക്കെടുതിയിലൊക്കെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ? ഇവിടെ ഒന്നും വലിയ പ്രശ്നമില്ല മാം. ഇന്നലെ അവിടെ അവധികളായിരുന്നു സ്കൂളിനല്ലേ? സ്കൂളിന് അവധി എല്ലാ ദിവസവും കുറച്ച് ദിവസമായിട്ട് അവധി തന്നെയാ. റെഡ് അലർട്ടൊക്കെ തന്നെയാണ്, പക്ഷെ ഞങ്ങളുടെ ഭാഗത്തൊന്നും വലിയ പ്രശ്നമില്ല. ഒന്നുമില്ലാത്ത സേഫ് അല്ലേ? ഇപ്പോ അപ്പൊ മേഡം ഒരു കാര്യം പറഞ്ഞോളൂ മേഡം. എന്താ ചോദിച്ചെന്താ? എങ്ങനാ മാമിന്റെ വോയിസ് ബ്രേക്ക് ആവുന്നിട്ട്, കോമളവതി മാമിന്റെ ക്ലിയർ ആവണില്ല. മേഡം ഒരു കാര്യം കൂടി സാറിനെന്തോ പറയാൻ? പറഞ്ഞു സാറ് പറഞ്ഞു. ഇല്ല, കോമളവല്ലി മേഡത്തിനത് പറയാനുണ്ട്. അത് ക്ലിയർ ആയിട്ടില്ല തോന്നുന്നു. അത് പറഞ്ഞോട്ടെ. അവര് എപ്പോഴും നമ്മളെല്ലാവരും ഉണ്ടല്ലോ സാറേ, നമ്മളെല്ലാവരും സ്വർഗത്തിലാണ് അനുഗ്രഹത്താല്. എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആൾമാത്രം കഷ്ടതകൾ അനുഭവിക്കുന്നത്, നമ്മൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ്. അതെ അതെ അതെ. മാം എല്ലാ ക്ലാസ്സിലും നല്ല എനർജറ്റിക് ആയിട്ട് വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് ഇരിക്കും. അതന്നെയാണ് മാമിന്റെ വലിയൊരു ചൂട്. അതിന് തന്നെയാണ് മാമൻ 100 മാർക്ക് കൊടുത്തത്. സൂപ്പർ.
അതെ മാഡം, നമ്മളൊരാളൊരു ക്ലാസ് നമ്മൾ എന്തായാലും അതിനെ നമ്മളെ അപ്രിഷ്യേറ്റ് ചെയ്ത് നമ്മൾ ഇരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഊർജത്തെ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ എന്നും ഏത് വേഷമാണെങ്കിലും ശരി ഞാൻ വീഡിയോ കോളായിട്ട് ഇരിക്കുന്നത്. എവിടെയാണ് സ്ഥലം? പെരുമ്പാവൂരടുത്ത്. മാം ആണല്ലോ അല്ലേ? മേഡം ഒരു കാര്യം കൂടി പറയട്ടെ. താങ്ക് യു. പറയൂ. സർ പറഞ്ഞോളൂ. അപ്പൊ മേഡം പറഞ്ഞ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അപ്പൊ ഒരു കുട്ടീന്റെ കഥ. അപ്പൊ അതുപോലെ ഇപ്പൊ അടുത്ത കാലത്ത് ഉണ്ടായ എന്താ പറയണ്ടേ ഒരു സംഭവം, അതായത് ഇപ്പൊ നമ്മൾ എവറസ്റ്റ് കീഴടക്കാന്ന് പറഞ്ഞാൽ വലിയൊരു റിസ്ക് ഉള്ള കാര്യമാണ്. അപ്പോ വലിയ റിസ്ക് വലിയ റിസ്ക് അല്ല, ഒരുപാട് ഭയങ്കര പ്രയത്നമാണ്. അപ്പൊ ഇപ്പൊ അടുത്തായിട്ട് ഒരു ലേഡി 2 കാലും നഷ്ടപ്പെട്ടിട്ടുള്ള അപകടത്തിൽ എന്തോ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പൊ കേട്ടിട്ടില്ലേ? എവറസ്റ്റ് കീഴടക്കി എന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതത്തിന്റെ അപ്പുറം എന്താണോ എന്ന് പറയണ്ട, അങ്ങനെ ഒരു തോന്നി. ഒന്നാമത് ഒരു ലേഡി എന്ന് പറഞ്ഞാൽ അവര് ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ എന്താ പറയണ്ട, ഇത് കാണിക്കാത്ത ആൾക്കാരാണ് കൂടുതൽ. അപ്പോ അവർക്ക് ഇത്രയധികം സംഭവം ഉണ്ടാവാന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു ഊർജം എന്ന് പറയണ്ടേ. അത് എവിടെയെങ്കിലൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞ് വളരെ മോട്ടിവേഷൻസ് ആകുന്ന ഒരു കാര്യമാണ്. അതിപ്പോ അടുത്താണ്, ഒരു വർഷത്തിന്റെ ഒരു ഗ്യാപ്പിലാണ് നടന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കേട്ടത് പത്രത്തിൽ. ഇഷ്ടം പോലെ അത്ഭുതങ്ങള് ഓരോ നിമിഷവും നടക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നതും അറിയാത്തതൊക്കെ ആയിട്ട്. അപ്പോ അത് തന്നെയാണ്, അത്ഭുതങ്ങൾ സംഭവിക്കുമ്പോ അത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്ന അത്ഭുതങ്ങളല്ല എന്നുള്ളത് തന്നെയാണ്. അവരുടെ ഹാർഡ് വർക്ക് അവരെ ഒരിക്കലും പിന്നോട്ട് പോകാതെ മുന്നോട്ട് കൊണ്ടുവരുന്ന വലിയൊരു കാര്യം. ഓരോ നിമിഷങ്ങളും പല സമയങ്ങളിലും നമുക്കൊക്കെ, ഞാനടക്കം നിങ്ങളടക്കമുള്ള ആളുകൾക്കൊക്കെ ഓരോരോ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് നമ്മൾ അറിയാതെ. പക്ഷെ അതെന്താന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അത് വിജയത്തിലേക്ക് എത്തി എന്നുള്ളത് തന്നെ. അല്ല, ഇതിപ്പോ നമ്മൾ മീഡിയയിലും ന്യൂസിലൊക്കെ കാണുന്നത് ഓരോ രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും ഓരോരോ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങൾ, മോട്ടിവേഷൻസ്, ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങളൊന്നും അതൊന്നും കാര്യമായിട്ട് എന്താ പറയണ്ട കൂടുതൽ ഇതായിട്ട് ഇത് ചെയ്യുന്നില്ല ഓൾറെഡി. എന്തുകൊണ്ടാന്നറിയില്ല. എന്താ പറയണ്ട, മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള നേട്ടങ്ങളും എന്താ പറയണ്ട ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലുള്ള ബിസിനസ്മാൻ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ഫിലിം പ്രവർത്തകർ ആണ് കൂടുതലായിട്ട്. 1960 മുന്നേ നടന്ന ഇതെന്നൊക്കെ പറയുമ്പോഴേ അതൊന്നും ഞാനൊന്നും ജനിച്ചിട്ട് പോലുമില്ല. ഞാൻ പിന്നെയും 20 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ജനിക്കുന്നത്. അപ്പൊ അന്നൊക്കെ നടന്ന ഒരു കഥയാണ്. അല്ല മേഡം, അത് കഥ പറഞ്ഞുകൊണ്ട് അല്ല, ഞാൻ കഥ കേട്ടിട്ടില്ല മേഡം പറഞ്ഞ. ഞാൻ ഇപ്പൊ എന്താ പറയണ്ടേ, ഇപ്പൊ അടുത്ത കാലത്ത് സംഭവിച്ച അതിനെക്കാട്ടും വലിയ ഒരു ഇതെന്ന് പറയാൻ പറ്റും. അതിനെക്കാട്ടും വലിയൊരു ഇത് തന്നെയാണ് ഇപ്പൊ ഈ എന്താ പറയണ്ടേ എവറസ്റ്റ് കീഴ് ഉണ്ടായത്. അത് നല്ലൊരു നടന്ന സംഭവമാണ്. വർഷങ്ങൾക്ക് മുന്നേ ഞാനൊക്കെ ജനിക്കാത്ത മുന്നേ ഒരു കഥ നടന്നു. ജനിച്ചപ്പോ ആ കഥ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ പറ്റുമെങ്കിൽ ആ കഥന്റെ പവർ എന്ന്, അല്ലെങ്കിൽ ആ നടന്ന ഒരു സംഭവത്തിന്റെ പവർ എന്തായിരിക്കും. അപ്പോ എന്നാ പിന്നെന്താ, നമുക്ക് അതിന്റെ ചെയ്യാല്ലേ. പിന്നെ ഇനി ഒരു നല്ലൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു. മേഡം തീർച്ചയായിട്ടും വേറെ ടോപ്പിക്കായിട്ട് എന്തായാലും വരണം. വരും. നമ്മുടെ പ്രഭാതങ്ങൾക്ക് പുത്തൻ ഉണർവ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഉണർവ് വരുന്നുണ്ട് ഓൾറെഡി, ഓരോരോ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നിട്ട്. തീർച്ചയായിട്ടും. അപ്പോ റൗസാർ ഉണ്ടല്ലേ, റൗസാർ പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവും. വേറൊരു മാം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം, എല്ലാ പ്രാവശ്യം ഉണ്ടാവാറുണ്ട്, നാളെ വന്നില്ല എന്ന് തോന്നുന്നു. വീഡിയോ ഒക്കെ ഓൺ ആക്കിയിട്ട് എടുക്കാറുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു സുജിന. ഓക്കെ സജിന മേഡം.
വിംബിൾ ടീം ഓൾ. അടുത്ത ആറ്റിറ്റ്യൂഡ് തരുന്ന ആളാണ് നമ്മുടെ സജ്ന മാം. ആ സജ്ന മാം ആ, ദിവസം കൊണ്ടുപോകണം തുടങ്ങും മോർണിംഗ് ദിവസം സെക്ഷനിൽ തുടങ്ങുന്നത് വലിയൊരു പ്രചോദനം ഇപ്പൊ സജ്ന മാം തന്നെയാണ്. കുറെ കാര്യങ്ങൾ ആള് ചെയ്യുന്നത്. താങ്ക് യു. നിങ്ങളുടെയൊക്കെ വാക്കുകൾ ഏറ്റവും വലിയ പ്രചോദനം. താങ്ക് യു സോ മച്ച്. സജന മാം ഇതിന്റെ ആണിക്കൽ. കുറെ കാര്യങ്ങൾ ചെയ്യേണ്ട. കാരണം ഈ രാവിലെ ഈ ഒരു സാധനം എത്ര ആളുകളൊക്കെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമൊന്നല്ല. കാരണം ഇത് ചെയ്തോ ഒക്കെ ഇങ്ങനെ പിന്മാറി. അന്നൊക്കെ സജ്ജിന നമ്മൾ കുറച്ച് ആളുകളൊക്കെ എന്ന് പറഞ്ഞതിലെ ക്ലാസ്സുകൾ എടുക്കാൻ വരുന്ന ആളുകളായിട്ടായിരുന്നു. ഇപ്പം ഇതിന്റെ താക്കോല് ആരെ കയ്യിലാ? സജിനയുടെ കയ്യിലാണ്. ആ രീതിയിലേക്ക് ഈ ക്ലാസ്സിന്. കാരണം സജിന എന്ന് വിളിക്കുമ്പോഴേ ഒരു കുഞ്ഞു കുട്ടിയാണ്. ഞങ്ങൾ കുറെ കാലങ്ങളായിട്ട് വലിയൊരു ബന്ധമുള്ള ആളാണ്. അതുകൊണ്ടാണ് മാം ഒഴിവാക്കുന്നത്. വേറൊന്നും ആരൊന്നും വിചാരിക്കരുത്. ഞങ്ങൾ അത്രയും വലിയൊരു അടുത്ത ബന്ധത്തിലാണ് കുറെ കാലങ്ങളായിട്ടുള്ളത്. അപ്പോ സജിനെ ഞാൻ എൻ്റെ ഒരു കുഞ്ഞനുജത്തിയായിട്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന കുട്ടിയെ എപ്പോഴും എല്ലാ സമയങ്ങളിലും അന്നു മുതൽ ഇന്ന് വരെ വിശേഷങ്ങൾ തിരക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ്. അതുകൊണ്ടാണ് എനിക്ക് മാം ഒന്നും കൂട്ടാൻ തോന്നുന്നില്ല. അതുകൊണ്ടാ നല്ല സ്നേഹത്തോട് തന്നെയാണ് ആ വിളിക്കുന്നത് ആ പേര്. താങ്ക് യു. താങ്ക് യു. അപ്പൊ ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ്. അപ്പൊ താങ്ക് യു. താങ്ക് യു. താങ്ക് യു. എല്ലാ കാര്യങ്ങളുമായി. ഹാപ്പി മോർണിംഗ്, ഗുഡ് മോർണിംഗ്, സ്വീറ്റ്. അപ്പൊ അങ്ങനെ കുറെ ചേഞ്ചസ് വരാനുണ്ട്. നമ്മൾ എപ്പോഴും എല്ലാവരും ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് മാത്രമല്ല പറയുന്നുള്ളൂ. അപ്പൊ അതിൽ നിന്ന് കുറെ മാറ്റങ്ങൾ, ചേഞ്ചസ് ദ വേൾഡ്. നമുക്ക് ചെലവില്ലാത്ത രീതിയിൽ കുറെ മാറ്റങ്ങൾ വരുത്താം. അപ്പം മിനിമം ടീം. അപ്പൊ ഈ ശാന്തിയും ഗോഡ് മോർണിംഗ് എന്ന് ഒരു കാര്യം കൂടി പറയട്ടെ. പറഞ്ഞോളൂ സാർ. ആ ഗോഡ്. അപ്പൊ അത് പിന്നെ ഞാൻ അങ്ങനെ ടൈപ്പ് ചെയ്യാറ്. ഗോഡ് മോർണിംഗ് ടൈപ്പ് ചെയ്യാറ്. ആ പിന്നെ വേറെ ഒരു കാര്യം ഞാൻ പറയട്ടെ മേഡം. ഇപ്പം കുറച്ച് നല്ല എന്താ പറയണ്ട ഇതായി. ഈ ശാന്തിയും സമാധാനം എന്നുള്ളതിന്റെ അപ്പുറം സന്തോഷം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഇപ്പൊ രാവിലെ പറയുന്നില്ലേ ആ ശാന്തിയും സന്തോഷവും വേണം. നമുക്ക് സന്തോഷം കൂടി കൊടുക്കണം. സമാധാനം ഉണ്ടാകുമ്പോ സന്തോഷം തന്നെ വരും. അതാണ് സമാധാനം ഉണ്ടാകുമ്പോ സന്തോഷം തന്നെ അവിടെ ഉണ്ടാകുക. അത് പിന്നീട് രണ്ടും കൂടി കൂടുമ്പോ. ഇത് സൂസൻ മാം ആണോ? അതെ, ഇത് സൂസൻ മാം ആണോ ഈ പറയുന്നത്? ഞാൻ കോമളവല്ലിയ. വേറെ ആരോ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. ശാന്തി സമാധാനം. ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ശാന്തി സമാധാനം സന്തോഷം അവിടെ ജനിക്കുവാണ് സാറേ. അപ്പോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു. ഹാപ്പി ഗുഡ് മോർണിംഗ്. താങ്ക് യു.